അഞ്ചരക്കണ്ടി പഞ്ചായത്ത് വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2023-24 വർഷം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തിയുള്ള മഹാത്മാ പുരസ്കാരത്തിന് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അർഹമായി. തുടർച്ചയായി രണ്ടാം വർഷമാണ് കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി അഞ്ചരക്കണ്ടിയെ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ വർഷം 100ഓളം പ്രവൃത്തികളിലായി 2 കോടിയോളം രൂപ പഞ്ചായത്ത് ചെലവഴിച്ചു. 76% തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ നൽകാൻ സാധിച്ചു. ഡിമാൻഡ് ചെയ്ത മുഴുവൻ പേർക്കും തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. 1,00,000-ഓളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിയമപ്രകാരമുള്ള കാലാവധിക്കുള്ളിൽ തന്നെ മുഴുവൻ തൊഴിലാളികൾക്കും കൂലി വിതരണത്തിനായി FTO ജനറേറ്റ് ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയാക്കിയ പ്രവൃത്തികളിൽ ജിയോ ടാഗിംഗ് 100% പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ST മേഖലയിൽ മുഴുവൻ കുടുംബങ്ങൾക്കും 100-ലേറെ തൊഴിൽ ദിനങ്ങൾ നൽകി. ആരംഭിച്ച പ്രവൃത്തികളുടെ പൂർത്തീകരണം 100% കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റെടുത്തതായും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനീഷ് പറഞ്ഞു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന് രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു അവാർഡ് നമുക്ക് കിട്ടുന്നത്. അവാർഡ് കിട്ടിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അവാർഡ് കൈപ്പറ്റുന്നതിന് വേണ്ടി പ്രസിഡന്റും സെക്രട്ടറിയും ഗുരുവായൂരേക്ക് പോയിട്ടുണ്ട്. ഈ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി സഹകരിച്ച ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. തുടർന്നും ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് മേഖലയിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് അറിയിക്കുന്നു. കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തെങ്ങിൻ തൈ പ്ലാന്റേഷൻ, നഴ്സറി ഒരുക്കൽ, വ്യക്തിഗത ആസ്തികളായ പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കിണർ റീചാർജ് മുതലായവയും പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. റോഡ്, കോൺക്രീറ്റ് എന്നിവ ഏറ്റെടുത്ത് നടത്തി. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വിവിധ വാർഡുകളിലായി കമ്പോസ്റ്റ് പിറ്റ്, സോക്ക് പിറ്റ് എന്നിവ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ ആധാർ സീഡിങ്ങും ആധാർ ഓതന്റിഫിക്കേഷൻ, മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ എന്നിവ 100% ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും ആസ്തി സൃഷ്ടിക്കൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായും കൂടുതൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PV സുനീഷ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, ചക്രക്കൽ.